നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റിസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാമാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ദ സൺ കാർഡാണ് കാണിക്കുന്നത്. ഈ റിലേഷനിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് വരാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷനെ ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടാണ് കാണുന്നത് എന്നുള്ളതാണ്. അവർ ആത്മാർത്ഥമായിട്ട് റിലേഷൻ നിൽക്കുന്നതായിട്ടാണ്. ഒരു ചീറ്റിംഗ് എനർജിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കള്ളത്തരം ഇല്ലാതെ ഈ റിലേഷനെ കാണുന്നു എന്നുള്ളതാണ്. അവര് ഈ റിലേഷനിൽ നിൽക്കുന്നത് സത്യസന്ധമായിട്ടാണ്. ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇന്റൻഷനോട് കൂടിയല്ല ഈ റിലേഷനെ അവർ കാണുന്നത്. ഈ റിലേഷനിലോട്ട് അവർ വന്നിട്ടുള്ളതും അങ്ങനെയല്ല. ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ കണ്ടിട്ടാണ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. 10 ഓഫ് കപ്സ് എനർജിയാണ്. അവരവരുടെ ഫാമിലിയെ പോലെ തന്നെയാണ് നിങ്ങളെ കാണുന്നത്, അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ഒരു പേഴ്സൺ എന്നുള്ള രീതിയിൽ അവരുടെ കുടുംബത്തെ സ്നേഹിക്കുന്ന പോലെ തന്നെ നിങ്ങളോടും ആ ഒരു സ്നേഹമാണ് അവർക്കുള്ളത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അവര് ഒരു ഫാമിലി മെമ്പറായിട്ട് നിങ്ങളെ കാണുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അത്രയും ഒരു ഇന്റൻസ് ആയിട്ടുള്ള ഒരു അടുപ്പം, ഇമോഷണൽ കണക്ഷൻ, അതേ രീതിയിലുള്ള ഒരു സ്നേഹം, ഒരുപാട് നാളായിട്ട് അറിയുന്ന ആളുകളെ പോലെ അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് നിങ്ങൾ ഒന്നിച്ച് ജീവിച്ച പോലെ അങ്ങനെ ഒരു ഡെപ്തിലുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ നിങ്ങളോട് നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. ദ ടവർ മൊമെന്റ് ആണ് വന്നിട്ടുള്ളത്. അതായത് ഈ റിലേഷനിൽ ഒരു ഇഷ്യൂ വന്നിട്ട് ഒരു രണ്ടുപേരും ഒരു സെപ്പറേഷനിലോട്ട് പോയതായിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു വാക്ക് തർക്കമോ സംസാരമോ ഉണ്ടായിട്ടൊരു സെപ്പറേഷൻ വന്നതായിരിക്കാം. എന്തായാലും ഒരു ചിലർക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് എൻഡ് ആയി പോയിട്ടുണ്ടായിരിക്കാം കേട്ടോ. അതായത് ഇതോടുകൂടി ഈ റിലേഷൻ എൻഡ് ആയി പോയിട്ടുണ്ടാവാം. പക്ഷെ ഇവിടെ മെജോറിറ്റി കാണിക്കുന്നത് ഇങ്ങനെ ഒരു പ്രശ്നം വന്ന് നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിൽ നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ദ എംപറർ എനർജിയാണ്. അപ്പം ഇവിടെ ഈ ഒരു പ്രശ്നം വന്നതിന് ശേഷം അവര് കോണ്ടാക്ട് ചെയ്യാൻ മടിക്കുന്നതായിട്ടാണ്. കാരണം അവർക്കൊരു ഈഗോ ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാൻ അവർക്കൊരു മടിയുണ്ട് എന്നുള്ളതാണ്. നിങ്ങളിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുമ്പം അവർക്കൊരു അവരുടെ ഇമേജ് കുറയുന്നു എന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ചിന്തയുണ്ട്. അവര് കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ട് മാറി നിൽക്കുന്ന എനർജിയാണ് കാണിക്കുന്നത്. അവരവരുടെ മിസ്റ്റേക്ക് തിരിച്ചറിയുന്നില്ല എന്നും കൂടി കാണിക്കുന്നുണ്ട്. അവരുടെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. അല്ലെങ്കിൽ ഞാനും കൂടി എൻ്റെ ഭാഗത്തും പ്രശ്നമുണ്ട്, അപ്പം ഞാൻ അങ്ങോട്ട് എഫേർട്ട് ഈ റിലേഷന് വേണ്ടി ഞാൻ എഫേർട്ട് ഇടുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നുള്ള ചിന്തയൊന്നുമില്ല. നിങ്ങൾ അങ്ങോട്ട് ഇടപെടട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഈ റിലേഷനിലോട്ട് തിരികെ വരട്ടെ, നിങ്ങളായിട്ട് തന്നെ ഒരു ആക്ഷൻ എടുക്കട്ടെ എന്ന് ചിന്തിച്ച് മാറി നിൽക്കുന്ന എനർജിയാണ് കാണിക്കുന്നത്. 10 ഓഫ് വാൻസ് എനർജിയാണ്. നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന സിറ്റുവേഷനിൽ അവർ ഒരുപാട് സ്ട്രഗിളിലൂടെയാണ് പോകുന്നത്. മാനസികമായിട്ട് ഒരുപാട് സംഘർഷം അവർ അനുഭവിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അവർക്ക് നല്ല ടെൻഷൻ ഉണ്ട്. ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, നിങ്ങൾ തിരിച്ച് കോണ്ടാക്ട് ചെയ്യുമോ, നിങ്ങളുടെ ഭാഗത്തുനിന്ന് കോണ്ടാക്ട് വരുമോ, ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ത് ചെയ്യും, നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവർ അത്രയും ടെൻഷനിലാണ് നിൽക്കുന്നത്. ഒരു മിസ്സിങ് എനർജി അവർക്ക് ഭയങ്കരമായിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. 8 ഓഫ് വാൺസ് എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തുനിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അവര് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള ചാൻസ് ആണ് കാണിക്കുന്നത്. അവര് ഇതുവരെ നിങ്ങളിൽ നിന്ന് മാറി നിന്നു, അല്ലെങ്കിൽ അവരുടെ ഈഗോയ്ക്ക് പുറത്ത് അവര് കോണ്ടാക്ട് ചെയ്യാതെ ഇരുന്നു എന്നുണ്ടെങ്കിലും അവർക്ക് നിങ്ങളെ അത്രയും മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു കോണ്ടാക്ട് വരുന്നതായിട്ടും നിങ്ങളോട് സംസാരിക്കാൻ അവർ ആഗ്രഹിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു മെസ്സേജോ കോളോ നിങ്ങൾക്ക് ചെയ്യാനുള്ള ചാൻസ് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് കൂടി നോക്കാം. മെസ്സേജസ് ഓഫ് ലവ് എന്നാണ് കാണിക്കുന്നത്.
അതായത് നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തുനിന്ന് മെസ്സേജോ കോളോ വരാനുള്ള ചാൻസ് കാണിക്കുന്നുണ്ട്. ഇവിടെ 8 ഓഫ് വാൺസ് എനർജി വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ മെസ്സേജസ് ഓഫ് ലവ് എന്നാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തുനിന്ന് ഒരു മെസ്സേജ് കോളോ ഒക്കെ വരാനുള്ള ചാൻസ് ആണ് കാണിക്കുന്നത് കേട്ടോ. നീഡ് യു എന്നാണ് പറയുന്നത്. അതായത് അവർക്ക് നിങ്ങളെ വേണം, നിങ്ങളില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. അവരുടെ ഈഗോ മാറ്റി വെച്ച് അവരുടെ ഭാഗത്തുനിന്ന് ഒരു കോണ്ടാക്ട് ഉണ്ടാവും. അവർ നിങ്ങളെ മെസ്സേജ് ചെയ്യാനോ കോൾ ചെയ്യാനോ ഉള്ള ചാൻസ് കാണിക്കുന്നുണ്ട്. സ്ലീപ്ലെസ് എന്നാണ് കാണിക്കുന്നത്. അവരൊരു മിസ്സിങ് എനർജിയിലാണ് എന്നുള്ളതാണ്. അവർക്ക് നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അത്രയും സ്ട്രെസ് അവർ അനുഭവിക്കുന്നുണ്ട്. അവർക്ക് ഉറക്കം പോലും നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ആയിരത്തി 1986 ലെറ്റർ ഡി. 1987 തിരുവോണം. ലെറ്റർ എഫ്. 1985 ഫെബ്രുവരി. അവിട്ടം. ലെറ്റർ എ. ചിത്തിര. പത്തനംതിട്ട. ഭരണി. ലെറ്റർ ബി. ആയില്യം. ലെറ്റർ ഒ. മൂലം. ആയിരത്തി 1989 ജൂൺ, ഡിസംബർ, ഒക്ടോബർ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.